ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സമുദ്രത്തിൽ ചില സംഘർഷാവസ്ഥയെ തുടർന്നും പിന്നെ വ്യോമ അഭ്യാസങ്ങൾ നടത്താൻ വേണ്ടിയും ഇന്ത്യ നോട്ടാം പ്രഖ്യാപിച്ചിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ യുദ്ധക്കപ്പലായിട്ടുള്ള PNS സേഫ് ബംഗ്ലാദേശിന്റെ ചിറ്റ്ഗോങ് തീരത്ത് ഒരു സൗഹൃദ സന്ദർശനമൊക്കെ നടത്തിയിരുന്നു. ഇന്ത്യ ഇത് ജാഗ്രതയോടെയാണ് വീക്ഷിച്ചിരുന്നത്. ഇപ്പോഴിതാ 3 റഷ്യൻ യുദ്ധക്കപ്പലുകൾ കൂടെ ഇന്ത്യയുടെ ആൻഡമാൻ ആൻഡ് നിക്കോബർ ദ്വീപുകൾക്ക് സമീപം വന്നെത്തുകയാണ്. റഷ്യയുടെ ഫ്രിഗേറ്റ് മാർഷൽ ഷെപ്പോഷ്നിക്കോവ്, കോർവെറ്റ് ഗമ്യാഷി, ടാങ്കർ ബോറിസ് ബ്യൂട്ടോമ എന്നീ യുദ്ധക്കപ്പലുകളാണ് ആൻഡമാൻ കടലിൽ നങ്കൂരമിടുന്നത്. ഈ 3 യുദ്ധക്കപ്പലുകളും ബംഗ്ലാദേശിന്റെ നാവികസേനയുമായി ആൻഡമാൻ കടലിൽ നടത്തുന്ന അഭ്യാസത്തിന് പേരിട്ടിരിക്കുന്നത് മാരുമെക്സ് 2025 എന്നാണ്. ആൻഡമാൻ എന്നത് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് എന്നിവയുടെ ഒരു ഇന്റഗ്രേറ്റഡ് ട്രൈ സർവീസ് കമാൻഡിന്റെ ആസ്ഥാനമായതിനാൽ, അതായത് ഈ 3 സേനകളും ഉള്ള ഒരു ഏകോപിതമായിട്ടുള്ള ഒരു ആസ്ഥാനമാണ് ആൻഡമാനിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൻഡമാൻ കടലിൽ നടക്കുന്ന ഈ ഒരു അഭ്യാസത്തിന് ഇന്ത്യ നല്ലൊരു ആശങ്കയോടെ തന്നെയാണ് വീക്ഷിക്കുന്നത്. 2 നാവിക സേനകളും തമ്മിലുള്ള സംയുക്ത അഭ്യാസത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബുധനാഴ്ച തിലാവ് തുറമുഖത്ത് നടന്നതായി റഷ്യൻ നാവികസേനയുടെ പസഫിക് ഫ്ലീറ്റ് അറിയിച്ചു. അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന യുദ്ധക്കപ്പലുകൾ പരമ്പരാഗത ശത്രു അന്തർവാഹിനികളെ തിരയുകയും ട്രാക്ക് ചെയ്യുകയും പീരങ്കികളും ടോർപിഡോകളും ഉപയോഗിച്ച് ദൗത്യങ്ങൾ നടത്തുകയും ചെയ്യും. കൂടാതെ കടൽ കൊള്ളക്കാരുടെ പിടിയിൽ നിന്ന് കപ്പലിനെ മോചിപ്പിക്കുന്നതിനായിട്ടുള്ള അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്യും. നാവികസേനകൾ തമ്മിലുള്ള സഹകരണം സമഗ്രമായി വികസിപ്പിക്കുക, ശക്തിപ്പെടുത്തുക, തെക്ക് കിഴക്കൻ ഏഷ്യൻ സമുദ്ര മേഖലയിലെ സിവിലിയൻ കപ്പലുകളുടെയും സമുദ്ര സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും സുരക്ഷ കൂടുതൽ മെച്ചപ്പെടുത്തുക, ഇതൊക്കെയാണ് ഈ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് റഷ്യൻ നാവികസേന പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.